നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുനെ നമുക്ക് തിരിച്ചു കിട്ടി. ജീവനോടെ തിരിച്ചു വരുമെന്നായിരുന്നു നമ്മൾ കരുതിയത്. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും അർജുൻ മരിച്ചു എന്ന സ്ഥിരീകരണമാണ് ഉണ്ടായത്. ഇത് അർജുൻ്റെ കുടുംബത്തിന് ലഭിക്കാനുള്ള ഇൻഷുറൻസ് തുകയ്ക്ക് സഹായകരമാകുന്ന ഒരു വാർത്തയാണ്. ഇതിനുവേണ്ടി നിരന്തരം താൻ പ്രവർത്തിച്ചുവെന്ന് മനാഫ് തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോഴും ചില വ്യക്തികൾ മനാഫിനെതിരെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. മോശമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹത്തിന് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് പ്രധാന ആരോപണം. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം ഇൻഷുറൻസിന് യോഗ്യനല്ലേ? ഭാരത് ബെൻസ് പോലെ അത്രയും വലിയ ഒരു ലോറിക്ക് എത്ര രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടാകും? ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത്. അത് ആരായാലും ചെയ്യില്ലേ? അതിവൈകാരികതയുടെ പുറത്ത് അത് വേണ്ട എന്ന് ആരെങ്കിലും വെക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരും ചെയ്യരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ കമന്റ് ഇടുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്ന് ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും ചെയ്യില്ല. അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ട തുകയാണ്. അദ്ദേഹം വലിയൊരു തുക പ്രീമിയം അടച്ചിട്ടായിരിക്കും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അപകടം സംഭവിച്ചതുകൊണ്ട് തന്നെ വാഹനത്തിന് ഇങ്ങനെ ഒരു അപകടം പറ്റുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് തന്നെയാണ്. അദ്ദേഹത്തിന് അത് കിട്ടുകയും വേണം. അദ്ദേഹത്തിന് ലോറി നഷ്ടമായതിൻ്റെ നഷ്ടപരിഹാരം എന്ന രീതിയിലാണ് ഇൻഷുറൻസ് തുക നേടാനുള്ള എല്ലാവിധ യോഗ്യതകളുമുള്ളത്. അതിനിടയിൽ കുത്തിത്തിരിപ്പ് വാർത്ത എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്, ബിസിനസ് ബുദ്ധിയാണ് ഇതിൽ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്ന നിരവധി ആളുകളുടെ കമൻറ്റ് ഞാൻ വായിച്ചു. അതിലും എന്ത് തെറ്റാണുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം മനാഫ് ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് കൃത്യമായി അതിൻ്റെ നിയമവശങ്ങൾ അറിയാം. അത് അറിഞ്ഞിട്ടാണല്ലോ ഈ പണിക്ക് ഇറങ്ങുന്നത്. മനാഫ് തന്നെ ഒരു മാധ്യമത്തിന് മുന്നിൽ തുറന്നു പറയുന്നുണ്ട്, ഒരുപാട് വാതിലുകൾ മുട്ടിയാണ് ഈ സംഭവം നടക്കുന്നത് എന്ന്. ചിലർ അദ്ദേഹത്തോട് പറഞ്ഞു തനിക്ക് കിട്ടാനുള്ള ഇൻഷുറൻസ് കിട്ടുമെന്ന്. അദ്ദേഹം ചോദിച്ചത് അർജുൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരാനാകുമോ എന്നാണ്. അതവർക്ക് തരാൻ കഴിയില്ല. കാരണം ഒരാളുടെ മൃതശരീരം ലഭിക്കാതെ അയാൾ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്ന രേഖ തരാൻ ഒരു സർക്കാർ സംവിധാനത്തിനും അധികാരമില്ല. അങ്ങനെ ഒരു രേഖ ലഭിക്കണമെങ്കിൽ ഇനിയും 7 വർഷം കഴിയണം. അപ്പോഴേക്കും താൻ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യമാണ് മനാഫ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് ഉചിതമായ സമയമെന്നും ഇപ്പോഴാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനാവുക എന്നും മനാഫ് തുറന്നു പറയുന്നുണ്ട്. ഇന്ത്യയിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നത് നിയമപരമായതുകൊണ്ട് തന്നെ അർജുനും അർജുൻ്റെ കുടുംബത്തിനും ആ തുക കിട്ടുക തന്നെ ചെയ്യും. അതിനുകൂടി വേണ്ടിയാണ് മനാഫ് ഇറങ്ങി തിരിച്ചത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. കാരണം അർജുൻ്റെ നഷ്ടം ഒരിക്കലും നമുക്ക് നികത്താനാകാത്തതാണ്. ആ കുടുംബത്തിൻ്റെ തണലാണ് നഷ്ടമായത്. പക്ഷേ സാമ്പത്തികമായി ആ കുടുംബത്തെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ സഹായം തന്നെയാണ്. കുടുംബത്തെ സംബന്ധിച്ച് പ്രധാനമായും അവിടുത്തെ വലിയൊരു സാമ്പത്തിക സ്രോതസ് അർജുൻ ആയിരിക്കെയാണ് ഇതിന് പ്രസക്തി കൂടുന്നത്. ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. അർജുൻ്റെ കുടുംബത്തെയും മനാഫിനെയും വിടാതെ പിടികൂടി സോഷ്യൽ മീഡിയയിൽ വിചാരണ ചെയ്യുകയാണ് പലരും. 72 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അർജുൻ്റെ ചേതനയറ്റ ശരീരമായാൽ പോലും നമുക്ക് തിരിച്ചു കിട്ടി. അർജുൻ തിരിച്ചു വരണമെന്നായിരുന്നു നമ്മൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ. എന്നാലും അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായി എന്ന സമാധാനമാണ് ആ കുടുംബത്തിന് കിട്ടിയിരിക്കുന്നത്. കേരളം മുഴുവൻ ആ അമ്മയ്ക്കൊപ്പം കരഞ്ഞു. അർജുൻ്റെ ശരീരവുമായി ശിരൂരിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസ് കോഴിക്കോട് കണ്ണാടിക്കൽ എത്തിയപ്പോഴേക്കും നിരവധി മനുഷ്യരായിരുന്നു ഒരു നോക്ക് കാണാൻ അവിടെ തടിച്ചുകൂടിയത്. അവരിൽ മിക്കവരും അർജുൻ്റെ ആരുമായിരുന്നില്ല. കഴിഞ്ഞ 2 മാസക്കാലത്തിലേറെയായി നമ്മുടെ വീട്ടിലെ ആരൊക്കെയോ ആണ് അർജുൻ. അവൻ തിരികെ വരുമെന്ന നമ്മുടെ വിശ്വാസം കൂടി കഴിഞ്ഞ ദിവസം ഇല്ലാതായി. അവനെ തിരഞ്ഞിറങ്ങിയ മലയാളികൾക്ക് മുമ്പിൽ ഗംഗാവലിപ്പുഴ അവനെ ഒളിപ്പിച്ചു വെച്ചപ്പോഴും പലതവണ മഴയായും മഞ്ഞായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നപ്പോഴുമൊക്കെ ഒരു മനുഷ്യൻ ആ പുഴയുടെ തീരത്തുണ്ടായിരുന്നു. ലോകത്തിന് മുന്നിൽ അയാൾ മുതലാളിയും അർജുൻ തൊഴിലാളിയും മാത്രമാണ്. പക്ഷേ അവരുടെ ഹൃദയബന്ധം എത്ര പേർക്കറിയാം? ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അർജുൻ്റെ സഹോദരനോടൊപ്പം സഹോദരി ഭർത്താവിനോടൊപ്പം ശിരൂരിൽ താമസിച്ചു അർജുനു വേണ്ടി കഷ്ടപ്പെട്ട ആ മനുഷ്യൻ ഇന്ന് ലോക മനസാക്ഷിയുടെ മുന്നിൽ തന്നെ മാനവികതയുടെ ഉദാത്തമായ മാതൃകയാണ്. അയാളുടെ മതവും അയാളുടെ പണവും ചേർന്ന് കൂട്ടിക്കുഴച്ച് പല കഥകളും ആരോപണങ്ങളും അദ്ദേഹത്തിന് നേരെ തൊടുത്തുവിടാൻ സോഷ്യൽ മീഡിയ ധൈര്യം കാണിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതൊന്നും ചെവി കൊണ്ടില്ല എന്നതാണ് സത്യം. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരയാകുന്നത് മനാഫ് മാത്രമല്ല, അർജുൻ്റെ കുടുംബം കൂടിയാണ്. അവർ ജീവിച്ചു പോയിക്കോട്ടെ. എന്തിനാണ് നിങ്ങൾ അവരെ നിരന്തരം ദ്രോഹിക്കുന്നത്? എനിക്ക് ഓർമ്മയുണ്ട് ഒരു സംഭവം നടന്നത്. അർജുൻ നഷ്ടമായതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓൺലൈൻ ചാനലുകൾ ഒന്നടക്കം കണ്ണാടിക്കലിൻ്റെ അർജുൻ്റെ വീട്ടിലേക്ക് എത്തി തുടങ്ങി. അർജുൻ്റെ കുഞ്ഞു മകനോട് പപ്പ എവിടെയാണ്, ലോറിയിൽ പോയതാണോ എന്ന് ചോദിക്കാൻ പോലും മടി കാണിക്കാത്ത മാധ്യമപ്രവർത്തകർ എന്ന് സ്വന്തം ലേബലിൽ നടക്കുന്നവരെ ഒരിക്കലും അംഗീകരിക്കാനാകില്ല. പ്രത്യേകിച്ച് ആധുനിക സമൂഹത്തിൽ
ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നമുക്ക്. അത് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ വരെ കേസെടുത്തു. കഴുകൻ എന്ന് പറയാറില്ലേ, അതിനൊരു ഉദാഹരണമായിരുന്നു അന്ന് നടന്ന പല സംഭവങ്ങളും. അർജുൻ്റെ ഭാര്യയോടും സഹോദരിയോടും സംസാരിച്ചിട്ട് അവരിട്ട ക്ലിപ്പുകൾക്ക് താഴെ വന്ന കമൻറ്റുകൾ കണ്ടപ്പോൾ വല്ലാതെ ഞെട്ടിപ്പോയി. കാരണം അവർക്ക് വിഷമമില്ല, അവരുടെ മുഖം കണ്ടിട്ട് സങ്കടം തോന്നുന്നില്ല എന്ന നിരവധി കമൻറ്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നഷ്ടം അവരുടെ കുടുംബത്തിനാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കതിൽ ദുഃഖമുണ്ടെങ്കിൽ പോലും അത് തീരാ നഷ്ടമാണ് അവരെ സംബന്ധിച്ചത്. അതിനെ വിലയിരുത്താനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ആ ദുഃഖത്തിൻ്റെ ആഴം അളക്കാനൊന്നും നമ്മൾ ആരുമല്ല. അതേപോലെ തന്നെയാണ് മനാഫിനെതിരെ വന്ന ആരോപണങ്ങളും. മനാഫ് ഒരു കാട്ടുകള്ളനാണെന്നും ലോറിയിൽ മറ്റെന്തോ ഒളിപ്പിച്ചു വെച്ചു എന്നും പറഞ്ഞ് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് വലിയ സങ്കടം തനിക്ക് ഉണ്ടാക്കിയെന്ന് പിന്നീട് മനാഫ് തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. താൻ കൊന്നു എന്ന തരത്തിൽ വരെ വാർത്തകൾ വന്നെന്നാണ് മനാഫ് അന്ന് പറഞ്ഞത്. അതൊന്നും കാര്യമാക്കാതെ അർജുന് വേണ്ടിയുള്ള നിരന്തര പരിശ്രമത്തിലായിരുന്നു ആ മനുഷ്യൻ. അതിനുശേഷം മറ്റൊരു വിവാദം കൂടി ഉടലെടുത്തിരിക്കുകയാണ്. അർജുൻ്റെ ശരീരവുമായി ശിരൂരിൽ നിന്ന് ആംബുലൻസ് കോഴിക്കോട്ട് എത്തുന്നതിന് മുൻപ് തന്നെ സഹോദരിയുടെ ഒരു പ്രതികരണമായിരുന്നു ആ വിവാദത്തിന് അടിത്തറയിട്ടത്. എല്ലാത്തിനും തൻ്റെ ഭർത്താവ് ജിതിൻ കൂടെ നിന്നു എന്ന തരത്തിലുള്ള അവരുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് തുടക്കം കുറിച്ചത്. മനാഫിനെ തള്ളി പറഞ്ഞു, ഇവർ മനാഫിനെ അറിയുന്നില്ല, മനാഫിന് വേണ്ട പരിഗണന നൽകിയില്ല എന്നൊക്കെയാണ് കമൻറ്റുകൾ വന്നത്. ഒരു കണക്കിന് മനാഫിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഇത് അതിനുള്ളൊരു അവസരമായിട്ട് നിങ്ങൾ കാണരുത്. മനാഫിനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ തോന്നുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും അവരെ വല്ലാതെ കുറ്റപ്പെടുത്താനോ അവരുടെ ദുഃഖത്തെ അളക്കാനോ നമ്മൾ നിൽക്കാൻ പാടില്ല. അർജുനായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. അർജുൻ്റെ മരണത്തിൽ കിട്ടിയേക്കാവുന്ന വലിയ ഇൻഷുറൻസ് തുക ഈ സഹോദരിയും ഭർത്താവും തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ തരത്തിലാണ് ആളുകൾ കമൻറ്റ് ചെയ്യുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ. അത്തരത്തിലുള്ള വാർത്തകൾ വരെ പുറത്തു വന്നു. ഇതിനൊന്നും പറ്റിയ ഒരു അവസരമായിട്ട് ഈ സംഭവത്തെ കാണരുത്. അത് ആദ്യം തിരിച്ചറിയണം. മനാഫ് തന്നെ പറയുന്നുണ്ട്, അവരെ വെറുതെ വിടുമോ, അവരെ ഇനി വിറ്റ് കാശാക്കരുത് എന്ന തരത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ സംസാരിക്കുന്നുണ്ട്. മനുഷ്യരാണ്, ചിലപ്പോഴങ്ങനെയൊക്കെ സംസാരിക്കും, അതിലൊന്നും ഒരു വിഷയവുമില്ല എന്ന് അദ്ദേഹം വലിയ മനസ്സോടുകൂടി തുറന്നു പറയുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ദയവായി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അർജുൻ്റെ കുടുംബം ജീവിക്കട്ടെ. അർജുൻ ഇല്ലാത്ത വിഷമം നമ്മളെക്കാളും അലട്ടുന്നത് അവർക്കാണ് എല്ലാം നഷ്ടമായത്. കാത്തിരിപ്പിനൊടുവിൽ 72ാമത്തെ ദിവസം അവനെ കിട്ടിയ സന്തോഷത്തിലല്ല അവർ. ചെറിയ സമാധാനം മാത്രമാണ് അവർക്കുള്ളത്. അന്ത്യകർമ്മങ്ങൾക്കായി അവൻ്റെ ശരീരാവശിഷ്ടങ്ങൾ കിട്ടി. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും ആ കുടുംബത്തിനുണ്ടാകില്ല. അവരുടെ കുടുംബത്തെ വെറുതെ വിടൂ, അവർ ജീവിച്ചു പൊയ്ക്കോട്ടെ. മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. നന്ദി.